നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഡൈൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ചില്ലി ചിക്കൻ. അത് നമ്മൾ ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കൻ രുചികരമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഈ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ രുചിയിൽ നമുക്ക് അജിനാമോട്ടയൊന്നും ചേർക്കാതെ കണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഞാനിവിടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. അത് ഇത്ര വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ചെറിയ ചെറിയ പീസുകളായിട്ട്. നമ്മൾ കോട്ടിങ് വരുമ്പോൾ കുറച്ചും കൂടെ വലുപ്പം വയ്ക്കും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഇടുന്നത്. രണ്ട് കോഴിമുട്ട, ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ മൈദ, ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനൊരല്പം ലൂസായിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തിക്കിൽ നമ്മൾ ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേവിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കോട്ടിങ് പോകാൻ ചാൻസ് ഉണ്ട്, കുറച്ചധികം നേരം കിടക്കുമ്പോൾ. അപ്പോൾ വലിയ കാര്യമായിട്ട് തിക്കായിട്ടുള്ള കോട്ടിങ് വേണ്ട, നമുക്ക് നൈസായിട്ടുള്ളൊരു കോട്ടിങ്ങിനാണ് ഞാൻ ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തിടാം. വെള്ളമില്ലാതെ കണ്ട് നമുക്കിടാം. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് വാരി ഇടുന്നുണ്ട്. ഡ്രൈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ഡ്രൈ ചില്ലി ചിക്കൻ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരമണിക്കൂർ നമുക്കിത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാൻ പോയത്. ഞാനൊരു ചട്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അതിനകത്ത് വറുത്തെടുക്കാം. മാക്സിമം ഒറ്റയായിട്ട് വറുത്തെടുക്കുക. നമ്മൾ ഇട്ട ആ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാരിയെടുക്കാം. കണ്ട, ഇത്ര ഒത്തിരി ഫ്രൈ ഞാൻ ആക്കിയിട്ടില്ല. ചെറിയ കോട്ടിങ് കൊടുത്തിട്ടും കണ്ട അത് നല്ല വലുപ്പത്തിൽ പീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ഈ കനം കുറച്ച് കോട്ട് ചെയ്യാണ് നല്ലത്. അങ്ങനെ ഗ്രേവിയിൽ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള ചിക്കൻ നമുക്കിതുപോലെ വറുത്തെടുക്കാം. നമുക്ക് ഈ ഗ്രേവി അടിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അത് നമുക്കിങ്ങനെ നീളനെ അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 5 തണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വട്ടനെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി. അപ്പോൾ ആ വൈറ്റ് ബോളും ഗ്രീൻ ബോളും ഒരുമിച്ചിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 6 തണ്ട് സാലറിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിനകത്ത് അരിഞ്ഞിടാം. അതൊന്ന് അടിപൊളിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് വെന്തും കിട്ടും.
നമുക്ക് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ പോലെ തന്നെ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇതിലോട്ട് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാം. റെഡ് ഓണിയൻ ആണെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് ഓണിയൻ ആണെങ്കിലും കുഴപ്പമില്ല. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ഒരു 4 ക്യാപ്സിക്കം ഉണ്ട്, അതും കൂടെ നമുക്ക് ഈ ക്യൂബിക്കായിട്ട് അരിഞ്ഞെടുക്കാം. പല കളറുള്ള ക്യാപ്സിക്കം ആണെങ്കിൽ നമുക്ക് കറി തന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരു പല കളറുള്ള ക്യാപ്സിക്കം മേടിച്ചത്. ഒരുമിച്ച് തന്നെയാണ് അതെല്ലാതും കൂടി ഇടുന്നത് കേട്ടോ. നല്ല നീരുള്ള സവാളയാണ് തോന്നുന്നത്. കണ്ണൊക്കെ ചെറുതായിട്ട് നീറുന്നുണ്ട്. ഞാൻ ഈ ഗ്രേവിക്ക് വേണ്ടി ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രേവി അടിക്കുമ്പോൾ ഈ ചിക്കനൊക്കെ ഇടുമ്പോൾ ഇളക്കാനുള്ള സ്ഥലം വരും. അല്ല, ഈ കോട്ടിങ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ ആ കോട്ടിങ്ങൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഓണിയനും എല്ലാതും കൂടി നമുക്ക് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഉപ്പിടുന്നുണ്ട്. ഈ വറുത്തതിൽ നിന്ന് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലകളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അടുത്ത് ഞാൻ ഇതിലോട്ട് ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ ക്യാപ്സിക്കമൊക്കെ ഒരു പകുതി വേവ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുമാതിരി ബാക്കിയുള്ള മുളക് പൊടി ഇതൊക്കെ ഇട്ട് കിട്ടാം. ആ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂണ് ഡാർക്ക് സോയ സോസാണ് ഒഴിക്കുന്നത്. അത് ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ ഒഴിക്കണം. പിന്നെ 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇതിലോട്ട് സ്വീറ്റ് റെഡ് ചില്ലി സോസാണ് ഞാൻ ഒഴിക്കുന്നത്. അത് സ്വീറ്റ് ചില്ലി ആണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഗ്രീൻ ചില്ലിയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിനകത്ത് ഇട്ടാൽ മതി. അപ്പം എല്ലാ ടേസ്റ്റും കൂടിയിട്ടുള്ളതാണല്ലോ ചില്ലി ചിക്കൻ. പുളിയും ചവർപ്പും എരിവും എല്ലാതും കൂടിയിട്ടുള്ളതാണല്ലോ. ഒന്നുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിടുക. ഞാൻ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടായതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ചേർക്കാം. സോസുകളാണെങ്കിലും മധുരമാണെങ്കിലും നമുക്ക് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കാം. ഈ സോസ് ചൂടായതിന് ശേഷം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചിക്കൻ ആവശ്യത്തിന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ഞാനിത് ഈ ചിക്കന് ഏകദേശം ഞാനൊരു 1.5 ലിറ്റർ വെള്ളത്തോളം ഒഴിക്കുന്നുണ്ട്. നല്ലപോലെ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക.
ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗറും കൂടി ഒഴിക്കാം. ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാം. ഇനി അത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ വറുത്ത് നമുക്ക് പതുക്കെ അതിനകത്ത് ചിക്കൻ ഇട്ടപ്പോൾ ആ ഗ്രേവി ഉണ്ടാകും, കറക്റ്റ് ഗ്രേവി ആയി. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ചാൽ മതി. ഒരല്പം കുറവിൽ ഒഴിച്ചാലും മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചൂട് ഉള്ള വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. കൂടി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനും ബുദ്ധിമുട്ടല്ലേ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒത്തിരി നേരം നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകും. അല്പം വെള്ളത്തിൽ 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. കട്ടിയാവുന്നതിനനുസരിച്ചിട്ട് കുറയ്ക്കുക. പിന്നെ ഇത് ഇരിക്കുമ്പോൾ ഒരു അല്പം നേരം കഴിയുമ്പോൾ കട്ടിയാവുകയും ചെയ്യും. കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനൊരല്പം കൂടെ ഒഴിക്കുന്നുണ്ട്. കോൺഫ്ലവർ ഒഴിച്ചതും ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് നമുക്ക് രുചികരമായിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പാണത്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മളുടെ ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കൻ. അപ്പോൾ നിങ്ങൾ ഈ രുചികരമായ ഡിഷ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രുചികരമായൊരു ഡിഷാണ്. നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.